ഹലോ ഫ്രണ്ട്സ്, ടെക് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മനോപ്രേക്ഷകർ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മുടെ NSA ലാബിൻ്റെ ചില പ്രോഗ്രാമുകൾ, ഇപ്പോൾ ലാസ്റ്റ് എന്ന 3 ടാസ്കുകൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ടാസ്ക് ഇങ്ങനെയാണ്. ഒരു ഫയലിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാറ്റ് കമാൻഡ് ഉപയോഗിച്ച് തന്നിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കണ്ടൻറ്റുകൾ ആഡ് ആക്കുക. ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്താലേ കാണാൻ പറ്റത്തുള്ളൂ. തന്നിട്ടുള്ള കണ്ടൻറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് കാറ്റ് കമാൻഡ് ഉപയോഗിച്ച് ഒരു ഫയലിലോട്ട്, മൈ ഫയൽ എന്നൊരു ഫയലിലോട്ട് റൈറ്റ് ചെയ്ത് വയ്ക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകിൽ ഷെൽ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ടെർമിനൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെൽ സ്ക്രിപ്റ്റാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് കാറ്റ് കമാൻഡ് ഉപയോഗിച്ച് അല്ലാതെ തന്നെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കാറ്റ് കമാൻഡ് കൊടുത്തു. എന്നിട്ട് ഏത് ഫയലിലോട്ടാണ് റൈറ്റ് ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേര് കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാനത് അതെവിടെയാണ് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതേപോലെ എൻ്റർ കൊടുത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് പോകാം. എന്നിട്ട് പുറത്തിറങ്ങാൻ Ctrl+C കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിനി LS കമാൻഡ് കൊടുക്കുമ്പോൾ അവിടുത്തെ എല്ലാ ഫയൽസും കാണാം. അവിടെ മൈ ഫയൽ എന്നൊരു ഫയൽ ക്രിയേറ്റ് ആയി. അത് കാറ്റ് കമാൻഡ് വഴി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, അതുപോലെ കണ്ടൻറ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫയൽ നമ്മൾ പറഞ്ഞ മോഡലിൽ ക്രിയേറ്റ് ആക്കി. ഇനി പറയുന്നത്, ഇപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്തത് സ്പേസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ സ്പേസ് മാറ്റിയിട്ട് അവിടെ ടാബ് വെച്ച് എന്ത് ചെയ്യുക, അത് കാണാൻ പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കാറ്റ് കമാൻഡ് കൊടുത്തു. കാറ്റ് കമാൻഡ് കൊടുത്തു. ഈ കാറ്റ് കമാൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ടെർമിനലിൽ തന്നെ. അപ്പോൾ ഈ കിട്ടുന്നതിനെ ഒന്ന് പൈപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ സ്പേസ് മാറ്റി എന്ത് ചെയ്യാം, ടാബാക്കി മാറ്റാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കോളം എന്നൊരു കമാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കോളം എന്നിട്ട് അടുത്തൊരു ആർഗ്യുമെൻ്റായിട്ട് -t കൊടുക്കുക. ഇതിൻ്റെ എക്സാക്റ്റ് മീനിങ് എനിക്കൊരു ഓർമ്മയില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്പേസിനെ ടാബ് വെച്ച് റീപ്ലേസ് ചെയ്യാനാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ എസ് കൂടെ നമ്മൾ പാസ് ചെയ്യണം, എന്നാൽ മാത്രമേ അങ്ങനെ ആവത്തുള്ളൂ. ഇതിലത് ഞാനവിടെ സ്പേസ് കൊടുത്തില്ല എന്ന് തോന്നുന്നു. കണ്ടോ, അപ്പോൾ ആ സ്പേസ് കൊടുക്കുന്ന ഭാഗം ടാബ് വെച്ച് റീപ്ലേസ് ആയി. അപ്പം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് മീനിങ് ഇപ്പോൾ അറിയില്ല എങ്കിൽ ജസ്റ്റ് മാൻ കോളം കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സ്പെസിഫൈ എ സെറ്റ് ഓഫ് കാറ്റഗറി യൂസ് ടു ഡെലിമിറ്റർ കോളംസ്. ഓക്കെ, അപ്പോൾ -s കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കവിടെ ഏതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഏത് വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടത് മനസ്സിലാക്കാനാണ്. അതിനുവേണ്ടിയാണ് -s സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ടിയുടെ ഉത്തരം അവിടെ തന്നെ കാണും. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് കോളംസ് ദ ഇൻപുട്ട് കണ്ടെയ്ൻസ് ആൻഡ് ഡിലിമിറ്റഡ് യൂസ് ദ വൈറ്റ് സ്പേസ് ബൈ ഡിഫോൾട്ട് ഓർ വിത്ത് ഫുൾ സ്പേസ്. ഓക്കെ, ഇൻപുട്ട് കണ്ടെയ്ൻ ദ ക്രിയേറ്റ് ടേബിൾ കോളംസ് ആർ. ഓക്കെ, എത്ര സ്പേസ് ഡിഫോൾട്ടായിട്ട് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടാബ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ് ശരിക്കുള്ള കൺസെപ്റ്റ്. അപ്പോൾ ആ സ്പേസിനെ മാറ്റി ടാബ് വെച്ച് റീപ്ലേസ് ആവുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എക്സിറ്റ് ആവാൻ ജസ്റ്റ് Q മർത്തി ചെയ്ത് അല്ലെങ്കിൽ Ctrl+C കൊടുത്താലും മതി. അടുത്ത ക്വസ്റ്റ്യൻ അല്പം ഡൗട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മളിവിടെ ക്യാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ 3 ഫീൽഡ് ഉണ്ട്. ഇതിനകത്ത് 3 ഫീൽഡ് ഉണ്ട്. ഇതിൽ 1, 3, 2 എന്ന ഓർഡറോട് മാറ്റണം. ഇതിപ്പോൾ 1, 2, 3 ആണ്. ഇതിനെ മാറ്റിയിട്ട് 1, 3, 2 എന്നാക്കണം. അപ്പോൾ പക്ഷെ അത് കാറ്റല്ല, കട്ടും പേസ്റ്റും കമാൻഡ് ഉപയോഗിച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ സെപ്പറേറ്റ് കോളംസ് ആയിട്ട് കട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കട്ട് ഡി ഉദ്ദേശിക്കുന്നത് ഏത് ഡെലിമിനേറ്റർ ആണ്. നമ്മളിവിടെ സ്പേസ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അടുത്ത് ഏതൊക്കെ ഫീൽഡ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി -f കൊടുത്തു. 1,3 ഫീൽഡാണ് നമുക്ക് വേണ്ടത്. ഏത് ഫയലിൽ നിന്ന്, മൈ ഫയലിൽ നിന്നാണ് വേണ്ടത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 2 3 ഫീൽഡുകൾ കിട്ടും. ഓക്കെ,
ഈ കിട്ടിയ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാറ്റിലോട്ട് വച്ചു. ഞാനിവിടെ ക്യാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല. ഓക്കെ, ഞാൻ അതിനെന്ത് ചെയ്തു, ക്യാറ്റ് എന്ന കമാൻഡിലോട്ട് വച്ചു എന്നുള്ളതാണ് ഇവിടെ കൺസെപ്റ്റ്. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഓക്കെ. ശരിക്കും അവിടെ നടക്കുന്ന വേറെന്തോ ഒരു പരിപാടിയുണ്ട്. ഓക്കെ, നമ്മുടെ ക്യാറ്റ് എന്ന് വയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ക്യാറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡിലോട്ടല്ല, അത് ശരിക്കും ഒരു ഫയലിലോട്ടാണ്. ഞാൻ അത് അന്ന് ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചില്ല. ഇതിപ്പോൾ ക്യാറ്റ് എന്നൊരു ഫയലിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ, തിരിച്ച് ക്യാറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിക്കും അത് ക്യാറ്റ് എന്നൊരു ഫയലോട്ട് വച്ച് കഴിഞ്ഞു. ക്യാറ്റ് എന്ന ഫയലോട്ട് വച്ചു. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫീൽഡ് എടുക്കാം. ഓക്കെ, ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കട്ടടി 1-3 ഫീൽഡിന് മാത്രം കട്ട് ചെയ്തെടുത്ത പോലെ അടുത്ത ഈ ആൻഡ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അടുത്തൊരു കമാൻഡ്. ഇതേപോലെ എന്ത് ചെയ്യാം, ഡെലിമേറ്റർ എന്തോ ഒരു പേര് പറയും, നിങ്ങൾ നെറ്റിൽ നോക്കുക, എനിക്ക് വായിൽ വരുന്നില്ല. ഓക്കെ, കട്ട് ഡെലിമേറ്റർ സ്പേസ് ആയിട്ട് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ട ഫീൽഡ് സ്പെസിഫൈ ചെയ്യുക 2 ആണ്. ഓക്കെ, അതിനെയും കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. ഇപ്പോൾ മൈ ഫയൽ എന്ന് പറഞ്ഞ ഫയലിൽ നിന്നാണ്. ഇനിയാണ് അവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാലും ഇവിടെ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് പാർട്ടിലെയാണ്. സെക്കൻഡ് പാർട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന രണ്ടാമത്തെ ഫീൽഡ് റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം മറ്റത് എടുത്തിട്ട് ക്യാറ്റോട്ടാണ് അപ്പൻ്റെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തൊന്ന് പ്രിന്റ് ചെയ്ത് കാണിപ്പിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പൈപ്പ് ലൈൻ ആഡ് ചെയ്യാം. എന്നിട്ട് പേസ്റ്റ് കമാൻഡ് കൊടുക്കാം. വെറുതെ പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം അത് തന്നെയായിരിക്കും. കാരണം പേസ്റ്റ് ചെയ്യുമ്പോൾ വരാണ്ട് എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അവിടെ ഒരു ഹൈഫൺ ആണോ അണ്ടർസ്കോർ കൊടുത്ത് നോക്കാം. ആദ്യം അണ്ടർസ്കോർ കൊടുത്ത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതെന്തോ അണ്ടർസ്കോർ അല്ല, ഹൈഫൺ ആണേ. ഒരു ഹൈഫൺ കൊടുക്കുക. ഹൈഫൺ കൊടുക്കുമ്പോൾ നമ്മളൊരു ഫയലിലൂടെ പേസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ടെർമിനൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്തോ ആണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ രണ്ടാമത് എടുത്ത പൈപ്പ് ലൈൻ ചെയ്തെടുത്ത വാല്യൂ പേസ്റ്റ് എന്ന കമാൻഡ് വഴി കാണാൻ പറ്റി. ഞാൻ ഒരു സ്പേസ് ഇട്ട് ഒരു ഹൈഫൺ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കിട്ടിയ വാല്യൂവിനെ അടുത്തൊരു ഫീൽഡായിട്ട് കാണിച്ചു തരും. എന്ന് പറയുമ്പോൾ അടുത്തൊരു കോളം കൂടെ ക്രിയേറ്റ് ആക്കി കാണിച്ചു തരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ കോളമായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. അപ്പം ഇങ്ങനെ നമ്മൾ പേസ്റ്റിൽ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് ഇത് മാറും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വരേണ്ടത് ക്യാറ്റിൽ വെച്ചിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ ക്യാറ്റ് ഫസ്റ്റ് ഞാൻ കാണിച്ചു എന്ന് പറയുമ്പോൾ ക്യാറ്റ് എന്ന ഫയലുള്ള ഡാറ്റ ഫസ്റ്റ് കാണിച്ചു. അടുത്ത ഡാറ്റ ആ ഹൈഫൺ വരുന്ന അവിടെ റീപ്ലേസ് ആകും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ കിട്ടും, 1, 3, 2 എന്ന ഓർഡറിൽ കിട്ടി. നമുക്കിനി ആണെങ്കിൽ തിരിച്ച് ഓർഡറിൽ കാണിക്കാം. ഹൈഫൺ ക്യാറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ നേരെ തിരിഞ്ഞു വരും. നമുക്ക് വേണ്ടത് ഈ ഒരു ഓർഡറിലാണ്, 1, 3, 2 എന്നൊരു ഓർഡറിലാണ്. ഓർഡർ ശരിയായോ? 1 ശരിക്കുള്ള ഓർഡർ എന്തായിരുന്നു, മൈ ഫയൽ. ഓക്കെ, ഇതായിരുന്നു ഓർഡർ. ഈ ഓർഡർ നമ്മൾ എന്ത് ചെയ്തു, ഈ 2 ഫീൽഡ് അങ്ങോട്ടും കൂടെ സ്വാപ്പ് ചെയ്തു. ഇതാണ് അടുത്ത കൺസെപ്റ്റ്. ഇനി അടുത്ത് പറയുന്നത് പ്രിന്റ് ഫസ്റ്റ് 2 റോ. ഇത് എനിക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് മാറിപ്പോയി ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ റോയും കോളോ എന്ന കൺസെപ്റ്റ് അങ്ങോട്ടും ഒരുപാട് തവണ പറ്റിപ്പോയി. ഫസ്റ്റ് റോ ആണ്, ഫസ്റ്റ് 2 റോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഹെഡ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. എന്ന് പറയുമ്പോൾ ഒരു ഡാറ്റ ഫയലിലുള്ള ആദ്യത്തെ എത്ര റോ വേണം അത് നമുക്ക് ഹൈഫൺ ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 ആണ് 2 എന്ന് കൊടുക്കുക, ഏത് ഫയലാണോ ആ ഫയലിൻ്റെ പേര് കൊടുക്കുക. 2 കിട്ടി, ഇത്രയേ ഉള്ളൂ. ഇനി പറയുന്നത് ലാസ്റ്റ് റോ എന്നാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന കമാൻഡ് ടെയിലാണ്. ടെയിൽ ഞാൻ എത്ര റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏത് ഫയലാണെന്ന് സ്പെസിഫൈ ചെയ്തില്ല. ടെയിൽ -2 മൈ സോറി ക്യാപ്സ് ലോക്ക് ആയി. ഓക്കെ, അപ്പോൾ ടെയിൽ കൊടുത്തു കഴിഞ്ഞാലും ടെയിൽ 1 കൊടുത്താലും ക്വസ്റ്റ്യനിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ക്വസ്റ്റ്യൻ്റെ രീതി അനുസരിച്ച് ലാസ്റ്റ് റോ എന്നല്ല ക്വസ്റ്റ്യൻ. എൻ്റെ ഓർമ്മ 3rd റോ എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, 3rd റോ പ്രിന്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് 3rd റോ എന്ന് ലാസ്റ്റ് റോ ആണെങ്കിലും വേറെ ഇൻപുട്ട് വരുമ്പോൾ അത് മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഹെഡ് കൊടുത്തു, എന്നിട്ട് ടെയിൽ ചെയ്തു.
ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം ഇവിടെ നമ്പർ ഓഫ് റോ എത്രയാണോ അത്രയും ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും ടെയിൽ കൊടുത്താൽ മതി. പക്ഷേ ആ തേർഡ് റോ സോറി ഒരു അബദ്ധം പറ്റി. തേർഡ് റോ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ തേർഡ് റോ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഡേറ്റയിലെ ആദ്യത്തെ 3 റോ എന്ത് ചെയ്തു, ഹെഡ് ഉപയോഗിച്ച് എടുത്തു. ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ പോലെ അല്ല. PDF ആകുമ്പോൾ അറിയായിരിക്കും. PDF print the contents of third row only of the file my5. ഓക്കെ, തേർഡ് റോ എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഹെഡ് കമാൻഡ് ഉപയോഗിച്ച് ആദ്യത്തെ 3 റോ എടുത്തു, മൈ ഫയൽ എന്ന് പറഞ്ഞ ഫയലിൽ നിന്ന് എടുത്തു. അപ്പോൾ നമുക്കറിയാം അതിലുള്ള ഫുള്ള് ഡേറ്റയും വന്നു, കാരണം 3 റോ അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഡേറ്റ വന്നു. ഈ ഡേറ്റയിൽ നിന്ന് എനിക്ക് മൂന്നാമത്തെ വേണം എന്ന് പറയുമ്പോൾ ഈ വന്ന ഡേറ്റയിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളതല്ലേ. അപ്പോൾ ടെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റുള്ള എനിക്ക് കിട്ടത്തില്ലേ, ലിമിറ്റ് ഒന്ന് കൊടുത്താൽ പോരെ. ടെയിൽ എന്ന് പറയുമ്പോൾ താഴേന്ന് വരുമ്പോൾ 1 മതി ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡേറ്റ മാത്രമായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ തേർഡ് റോ എടുക്കുമ്പോൾ തേർഡ് റോ എനിക്ക് കിട്ടി. 3 റോ എടുത്ത് ഹെഡ് എടുത്തിട്ട് അതിൻ്റെ ടെയിലിൽ ലാസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ ആ തേർഡ് റോ കിട്ടി എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിന്റ് ഓൺലി നെയിംസ് എന്ന് പറയുമ്പോൾ നെയിംസ് എത്രാമത്തെ ഫീൽഡാണ്? ഇവിടെ 2ാമത്തെ ഫീൽഡാണ് നെയിംസ് എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതേ സംഭവം തന്നെയാണ്. കട്ട് കമാൻഡ് ഉപയോഗിച്ചു ഡെലിമേറ്റർ സ്പേസ് ആണ് ഇവിടെ. ഏതൊക്കെ ഫീൽഡ് വേണോ ചോദിക്കുന്നു. അപ്പോൾ അവിടെ 2 ഫീൽഡ് കൊടുത്തു. ഏത് ഫയലാണ്? മൈ ഫയൽ. ഓക്കെ, അത് മാത്രം കിട്ടി. പ്രിന്റ് വേർഡ് കൗണ്ട്, ലൈൻസ് കൗണ്ട്, ലെറ്റർ കൗണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കേണ്ടി വരും. ക്വസ്റ്റ്യൻ വ്യത്യാസമുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കൗണ്ട് ദ നമ്പർ ഓഫ് ലൈൻസ്, വേർഡ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ഫ്രോം ദ പ്രീവിയസ് ഔട്ട്പുട്ട്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ആ കമാൻഡ് ആവർത്തിക്കേണ്ടി വരും. അതിൻ്റെ എന്തൊക്കെ വേണം? വേർഡ് കൗണ്ട്, ലൈൻസ് കൗണ്ട്, അതൊക്കെ വേണം. അപ്പോൾ ഇത് വേർഡ് കൗണ്ട്, ഇത് ലൈൻസ് കൗണ്ട് എങ്ങനെ ആവും? ലൈൻസ് കൗണ്ട് 3 ഉണ്ടല്ലോ. ലൈൻസ് കൗണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ലെറ്റർ കൗണ്ട്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് എക്സസൈസിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ ക്ലിയർ ആക്കി. ഇനി രണ്ടാമത്തെ, ടോട്ടൽ എത്ര ടാസ്ക് ഉണ്ട്? കുറച്ചേ ഉള്ളൂ. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഫയലിൻ്റെ ഡയറക്ടറി ആവാം, അല്ലെങ്കിൽ ഫോൾഡറിൻ്റെ പാത്താവാം. അപ്പോൾ ഇത് ഏത് കൊടുത്താലും ഇത് ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക്. അപ്പോൾ അത് ഷെൽ സ്ക്രിപ്റ്റോടാണ് എഴുതിയിട്ടുള്ളത്. അത് ചെയ്യുന്നതിനേക്കാളും കോഡ് എക്സ്പ്ലനേഷൻ ആവും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഒരു നമ്മളിപ്പോൾ പ്രിന്റ് എഫും സി ഔട്ട് എഴുതുന്നത് പോലെ യൂസറിന് മനസ്സിലാവാൻ വേണ്ടി ഒരു പ്രിന്റ് എഫ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫയൽ പാത്ത് എന്ത് ചെയ്യുക, ഇവിടെ സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റീഡ് കമാൻഡ് ഉപയോഗിച്ച് ആ കൊടുത്ത വാല്യൂ അവിടുന്ന് എടുത്തു. എന്നിട്ട് ഒരു ഇഫ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇഫ് തുടങ്ങി. പക്ഷെ നമുക്ക് സാധാരണ പ്രോഗ്രാമിൽ ഇഫ് കണ്ടീഷൻ ഒരു പ്രശ്നമുള്ള സംഭവം അല്ല. കാരണം പൈത്തൺ ആണെങ്കിൽ സ്പേസ് ഇട്ടാൽ മതി, അതേപോലെ സി ആണെങ്കിൽ നമ്മൾ കേരള ബ്രാക്കറ്റ് ഇട്ടാൽ മതി. പക്ഷെ ഇവിടെ ഈ സാധനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതൊക്കെ ഇട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കറങ്ങും. ഇതൊക്കെ കാണാൻ തന്നെ പഠിക്കേണ്ടി വരും, ഈ ഒരു സംഭവത്തിൻ്റെ കൺസെപ്റ്റൊക്കെ. ഇവിടെ 2 നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഡയറക്ടറി ആണോ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി -d കൊടുക്കുക. എന്നിട്ട് ആ വേരിയബിൾ നെയിം -d എന്നിട്ട് വേരിയബിൾ നെയിം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ആ കണ്ടീഷനാണ്, ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ എന്തെന്ന് പറയുക, ഈ നിങ്ങൾ ടൈപ്പ് ചെയ്ത സംഭവം ഒരു ഡയറക്ടറിയാണ്. -f കൊടുത്തു കഴിഞ്ഞാൽ ഫയലാണോ ചെക്ക് ചെയ്യും. -f ഇവിടെ ഫയലാണെന്നാണ് അർത്ഥമെങ്കിലും വേറെ പലയിടത്തും വേറെ പല അർത്ഥങ്ങളും ഉണ്ട്. ഫോൾസ് എന്നൊക്കെ അർത്ഥമുണ്ട്, അത് വേറെ സ്ഥലങ്ങൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഇവിടെ -f കൊടുത്തു കഴിഞ്ഞാൽ ഫയലാണോ ചെക്ക് ചെയ്യുന്നു, ഫയലാണെങ്കിൽ ഫയൽ എന്ന് പറയുന്നു. ഇനി അല്ലെങ്കിൽ ഇത് വാലിഡ് അല്ല എന്ന് പറയുന്നു. എക്സിറ്റ് വേണമെന്ന് പറയുന്നു ഇവിടെ, അത് വേണമെന്ന് തോന്നുന്നില്ല. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത കമാൻഡിൽ അവിടെ നിന്ന് കിട്ടിയതായിരിക്കും, നോക്കണ്ട. എന്നിട്ട് നമ്മൾ എഫ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എഫിനെ തിരിച്ചിട്ട് FI എന്ന് എഴുതി വയ്ക്കുന്നു. ഇതൊക്കെ ഒരു ലൈനെങ്കിലും വിട്ടുപോയ പണിയാണ്. ഇത് മനസ്സിലായിരുന്നത് വലിയ പാടില്ല. ആ സംഭവം കൺസെപ്റ്റ് എളുപ്പമാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു
ബ്രാക്കറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. ഇഫ് ദെന്ന് എൽഫ് ദെന്ന് എൽസ് എഫ് ഐ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ. പക്ഷേ ഇഫിനകത്ത് നമുക്കിവിടെ മറ്റേ ബ്രാക്കറ്റ് ഉപയോഗിക്കാം, പക്ഷെ അത് വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്ന ആ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ തന്നെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതാ ഇവിടെ കാണാം, മറ്റേ ബ്രാക്കറ്റ് ഉപയോഗിക്കാം. സന്ദർഭം അനുസരിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സാലറി ക്വസ്റ്റ്യൻ ആണ്. സാലറി ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ യൂസറിൽ നിന്നൊരു ബേസ് സാലറി ഇൻപുട്ടായിട്ട് എടുത്തു. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, 1500 താഴെയാണോ നോക്കി. അങ്ങനെയാണെങ്കിൽ ആ സാലറിയുടെ 10% കൂട്ടാൻ പറഞ്ഞു, കൂട്ടി. എന്നിട്ട് അതിൻ്റെ 90% അലവൻസ് എന്താണെന്ന് തോന്നുന്നു, അതും എടുത്ത് കൂട്ടി. ഈ സംഭവം നമ്മൾ അവിടെ നിന്ന് 1-2 തവണ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റിയാലും കിട്ടും. കാരണം ഈ ബ്രാക്കറ്റൊക്കെ ഇടുന്നതും പിന്നെ ഈ അറേഞ്ച്മെൻ്റൊക്കെ അതൊക്കെ 1-2 തവണ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. പിന്നെ ഈ ഒരു സംഭവം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഏറ്റവും പുറത്ത് ഒരു ഡോളർ സൈനും അതിനകത്തൊരു ബ്രാക്കറ്റ്, ഇൻസൈഡ് വീണ്ടും ഒരു ബ്രാക്കറ്റ് വരും. 2 ബ്രാക്കറ്റ് പുറത്തൊരു ഡോളർ സൈൻ. ഈ ഒരു കൺസെപ്റ്റ് ഇടയ്ക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇതിൻ്റെയൊക്കെ വാല്യൂസൊക്കെ വരുന്ന രീതിയിലൊരു എന്തൊക്കെയോ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത് ഇതുവരെ വ്യക്തമായിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല. അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, എൽസ് കണ്ടീഷൻ നോക്കുക. എൽസ് കണ്ടീഷനാണ് എന്ന് പറയുമ്പോൾ 1500 കൂടുതലാണെങ്കിൽ 500 രൂപയാണ്, ഫിക്സ്ഡ് ആണ്. ഇതേപോലെ 10% ഒന്നല്ല, ഫിക്സ്ഡ് ആണ്. 500 + 98% അലവൻസ്. അപ്പോൾ ഇത് ഞാൻ ഡയറക്റ്റ് എക്കോ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, വേരിയബിളോട് വാല്യൂ അസൈൻ ചെയ്യുക, എന്നിട്ട് ഏറ്റവും പുറത്തിറങ്ങുമ്പോൾ എക്കോ വഴി എന്ത് ചെയ്യാം, ആ വേരിയബിൾ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത്രയാണ് കൺസെപ്റ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 നമ്പർ യൂസറിൽ നിന്ന് വാങ്ങുക. അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ എക്കോ ചെയ്തിട്ട് ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. നമ്പർ 1 റീഡ് ചെയ്തു. അടുത്ത് ഇതേപോലെ സെക്കൻഡ് നമ്പർ എന്ത് ചെയ്തു, എൻ്റർ ചെയ്യാൻ പറഞ്ഞു. നമ്പർ റീഡ് ചെയ്തു. എന്നിട്ട് റേസ്റ്റ് ആണ് ഫസ്റ്റ് നമ്പർ. റേസ്റ്റ് നമ്മുടെ സീൽ ചെയ്യുന്ന പോലെ എന്തോ പറയുമല്ലോ, ക്യാരറ്റോ അങ്ങനെ എന്തോ പറയും, ആ സൈൻ കൊടുത്താൽ മാത്രം മതി. സോറി, ഞാനത് ചുമ്മാ കൊടുത്തത്, അതല്ലേ. ഇത് പൈത്തൺ മോഡലിലാണ്. 2 സ്റ്റാർ ഫസ്റ്റ് സംഖ്യ, റേസ്റ്റ് വരുമ്പോൾ 2 സ്റ്റാർ കൊടുക്കുക സെക്കൻഡ് സംഖ്യ. ഇങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റാണ്, ഒരു ഡോളർ സൈൻ, അതിനകത്ത് 2 ബ്രാക്കറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് 2 ഫയൽസ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ, ഡിഫറൻ്റ് ആണോ സെയിം ആണോ ചെക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് ഫയൽ അതിൻ്റെ പാത്ത് സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞു, റീഡ് ചെയ്തു. സെക്കൻഡ് ഫയൽ, അപ്പോൾ ഈ 2 ഫയലും നമ്മുടെ സെയിം ഡയറക്ടറി തന്നെയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. വേറെ എവിടെയെങ്കിലാണ് നമ്മൾ പിന്നെ പാത്ത് കൊടുത്ത് വരുമ്പോൾ മെനക്കേടാവും. അടുത്ത് ഡിഫറൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡിഫ് എന്നൊരു കമാൻഡ് ഉണ്ട്. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ നമുക്കിവിടെ മൈ ഫയൽ എന്നൊരു ഫയലുണ്ട്. ഞാൻ തൽക്കാലം വേണമെങ്കിൽ ടച്ച് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ക്യാറ്റ് കമാൻഡ് ഉപയോഗിച്ച് സെക്കൻഡ് ഫയൽ എന്ന് കൊടുത്തു. അത് കൊടുക്കുന്ന മുമ്പേ മറ്റേ ചിഹ്നങ്ങളൊക്കെ വേണം. ഞാനിവിടെ ജസ്റ്റ് ഓക്കെ എന്ന് മാത്രം കൊടുത്തു. എന്നിട്ട് Ctrl+C കൊടുത്ത് പുറത്തിറങ്ങി. ഇപ്പോൾ എല്ലാം കൊടുക്കുമ്പോൾ 2 ഫയലും ഉണ്ട്. മറ്റേ ഫയൽ അങ്ങോട്ടുണ്ട്, വല സൈഡിലോട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഡിഫ് കമാൻഡ് ഉപയോഗിച്ച് മൈ ഫയൽ ആദ്യം കൊടുത്തു. സെക്കൻഡ് ഫയൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ കൊടുത്തു. ഡിഫറൻസ് നോക്കുമ്പോൾ ഈ ഡിഫറൻസ് ഇതേപോലെ കാണിച്ചു തരും. ഡിഫറൻസ് ഉണ്ടെങ്കിൽ. ഈ ഡിഫറൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൈ ഫയൽ തമ്മിൽ കമ്പയർ നോക്കിയാൽ ഡിഫറൻസ് ഒന്നും ഇല്ല, അപ്പോൾ ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇത് റിട്ടേൺ ചെയ്യുന്ന ട്രൂ ആണെങ്കിൽ ഡിഫറൻസ് ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഇപ്പം ഡിഫറൻസ് ഉണ്ടോയെന്നല്ല, സെയിം ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. സെയിം ആണ്, ട്രൂ ആണെന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഓക്കെ, ഇനി ഈ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ അല്ല, ഒരു പ്രത്യേക വാല്യൂ ആണെങ്കിൽ, ഇതേപോലെ എന്തെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഇതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം. ഇത് സിമ്പിളാണ്, നമ്മൾ ഷെൽ സ്ക്രിപ്റ്റിനകത്താണ് ചെയ്യുന്നത്. ലാസ്റ്റ് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്വിച്ച് കേസുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യം പ്രിന്റ്, നമുക്കൊണ്ട് ഇവിടെ എക്കോ ഉപയോഗിക്കാം, പക്ഷേ എക്കോയ്ക്കകത്ത് ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ പുതിയ ന്യൂ ലൈൻ വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ / എന്നെ കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം പ്രിന്റ് ഓഫ് കൊടുത്താണ് ചെയ്യുന്നത്. പ്രിന്റ് ഓഫ് കൊടുത്തു. എന്നിട്ട് യൂസറിൽ നിന്ന് നമ്മൾ ഈ വൈൽ ലൂപ്പിനകത്ത് യൂസറിൻ്റെ ചോയ്സ് ചോദിക്കത്തില്ലേ, മെനു ഓപ്ഷൻ ഇട്ട്, അതേപോലെ യൂസറിൻ്റെ ചോയ്സ് ചോദിച്ചു.
ചോയ്സ് 0 ആണെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാനൊരു വൈൽ ലൂപ്പ് ഉപയോഗിച്ചു. ഡു ഡൺ. അപ്പോൾ ഇതുവരെയാണ് എൻ്റെ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പാർട്ട്. ഫസ്റ്റ് യൂസറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ വാങ്ങി, സെക്കൻഡ് നമ്പർ വാങ്ങി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് കാൽക്കുലേറ്റർ എന്തോ ക്രിയേറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് നമ്പർ വാങ്ങി, സെക്കൻഡ് നമ്പർ വാങ്ങി. എന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ട ഓപ്പറേഷൻ. ഫസ്റ്റ് ഞാനിവിടെ ഓപ്പറേഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അല്ലല്ല, ഇവിടെ ഞാൻ ആദ്യമേ ഇവിടെ വാങ്ങിച്ചാണ് തുടങ്ങിയത്. ഓക്കെ, ഇവിടെ നിന്ന് ആദ്യമേ ഓപ്പറേഷൻ വാങ്ങി. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ വാങ്ങിയിട്ട് കേസ് വെച്ചു. നമ്മൾ നേരത്തെ സീലൊക്കെ ആണെങ്കിൽ സ്വിച്ച് എന്ന് പറയും, ഇവിടെ കേസ് എന്ന് മാത്രമേ ഉള്ളൂ. കേസ് നമുക്ക് ഏത് വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണോ കേസ് നോക്കേണ്ടത്. ഇവിടെ ഓപ്റ്റ് എന്ന് പറയുന്നത് വേരിയബിളാണ്. അടുത്ത് ഇന്നെന്ന് കൊടുക്കുക. ഇതെന്തുകൊണ്ട് നീങ്ങിറങ്ങണത്? ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് പ്ലസ് ചെയ്യുക. അതാണ് എൻ്റെ കൺസെപ്റ്റ്. ഇവിടെ 1 ആണെങ്കിൽ പ്ലസ് ചെയ്യുക, ആഡ് എന്നുള്ള ഓപ്പറേഷനാണ്. 2 ആണെങ്കിൽ കുറയ്ക്കുക. ഇവിടെയും നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഈ $സൈൻ പിന്നെ 2 ബ്രാക്കറ്റ്, ഇതിനകത്താണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇതാണ് വളരെ ബെറ്റർ ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നു, ഈ ഒരു സംഭവം ഓർത്തിരിക്കുക എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ ഇതൊക്കെ ഓർത്തില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഈ കേസിൻ്റെ കാര്യത്തിൽ 2 സെമിക്കോളം വേണം. ഇതൊക്കെ എന്താവശ്യത്തിനാണ് എനിക്ക് അറിയത്തില്ല. ഇത് ഇട്ടില്ലെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. കാരണം ഞാനിത് ഇടാതെ കുറേ നേരം കുത്തിയതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കേസ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഇതേപോലെ കൊടുക്കുക. പിന്നെ കേസ് കഴിയുമ്പോൾ തിരിച്ചെഴുതുക. CASC എന്നുള്ളത് ESAC എന്നൊക്കെ തിരിച്ചൊക്കെ എഴുതി വയ്ക്കും. എന്ത് കണക്കാണെന്ന് അറിയത്തില്ല. കേസ് തുടങ്ങി, കേസ് ഇവിടെ അവസാനിച്ചു. നമ്മൾ വീണ്ടും ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഓപ്ഷൻ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ നോക്കുന്നു. ഇവിടെ ഓപ്ഷൻ 0 ആണോ നോക്കുന്നു. ഓപ്ഷൻ 0 ആണെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള ഓപ്പറേഷൻസ് ആണെങ്കിൽ ഇവിടെ ഓപ്പറേഷൻ വർക്ക് ചെയ്യും. പിന്നെ വൈൽ ലൂപ്പ് എക്സിറ്റ് ആ കണ്ടീഷൻ ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞാലും. നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി ഇവിടെ എക്സിറ്റ് കണ്ടീഷൻ എഴുതി വെച്ചു. ഡൺ. ഇത്രയും കഴിഞ്ഞു. വൈൽ ലൂപ്പിൻ്റെ നമ്മുടെ പ്രോഗ്രാം കോഡ് കഴിഞ്ഞു. അടുത്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇനിയാണ് അല്പം വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമ്മൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതല്ലേ ക്വസ്റ്റ്യൻ? അത് അടുത്ത ക്വസ്റ്റ്യൻ ടാസ്കിലാണ്. ടാസ്ക് 3ൽ കറൻ്റ്ലി ലോഗ്ഡ് യൂസർ ആൻഡ് ഹിസ് ലോഗിൻ നെയിം. ഓക്കെ, കറൻ്റ്ലി ലോഗ്ഡ് ആയിട്ടുള്ള യൂസറും യൂസറിൻ്റെ നെയിം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയുള്ള കമാൻഡാണ് ഹൂ ആം ഐ. വേറെയും കമാൻഡ് ഹൂ എന്നൊരു കമാൻഡ്. ഓക്കെ, ഹൂ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നുണ്ട്, നമുക്കത് വേണ്ട. ഹൂ ആം ഐ കമാൻഡ് കൊടുക്കുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂസർ നെയിം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും ജോയിൻ ചെയ്ത് കാണുന്നത്. അപ്പോൾ നമ്മുടെ യൂസർ നെയിം തന്നെയായിരിക്കും വരുന്നത്. അടുത്ത കറണ്ട് ഷെല്ല്. ഇതൊരു പ്രശ്നമുള്ള സംഭവമാണ്. നമുക്ക് കറണ്ട് ഷെല്ല് അറിയാനാണെങ്കിൽ PS എന്നൊരു കമാൻഡൊക്കെ ഉണ്ട്. ഇപ്പോൾ കറണ്ട് പ്രോസസ്സൊക്കെ നമുക്ക് PS കമാൻഡ് വഴി നമുക്ക് കിട്ടും. PS കമാൻഡ് നമുക്ക് ബാഷ് കാണിച്ചു തരും. അപ്പോൾ ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഷെൽ സ്ക്രിപ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരം നമ്മൾ റൺ ചെയ്യുന്ന ഷെൽ സ്ക്രിപ്റ്റിൻ്റെ പ്രോസസ് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ഈ ബാഷ് ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ തവണ പ്രശ്നം വന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി, അത് സോൾവ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു മെത്തേഡായിരുന്നു ഈ റീഡ് ലിങ്കിൽ നിന്ന് ഇതിൻ്റെ വാല്യൂ എടുക്കുകയുള്ളൂ എന്നുള്ളത്. എന്ന് പറയുമ്പോൾ റീഡ് ലിങ്ക് എന്നൊരു കമാൻഡ് ഉണ്ട്. റീഡ് ലിങ്ക് കമാൻഡ് ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റത്തിലെ ഒരു ഡയറക്ടറിയാണ് പ്രോഗ്. ഈ $2 എന്തിനാണ് കൊടുത്തതെന്ന് എനിക്കും അറിയത്തില്ല, നോക്കേണ്ടി വരും. exe എന്ന് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഷ് ഏതാണോ അത് കാണിച്ചു തരും, അതിൻ്റെ പാത്ത് കാണിച്ചു തരും. ഇതാണ് സംഭവം. അടുത്ത് വേണ്ടത് ഹോം ഡയറക്ടറി. ഓക്കെ, നമ്മുടെ ഹോം ഡയറക്ടറിയാണ് കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹോം ഡയറക്ടറി കാണാനാണെങ്കിൽ നമ്മൾ ഹോം പോവുക, നമ്മുടെ യൂസർ നെയിം എന്താണ് അത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ LS മുമ്പിൽ കൊടുത്തില്ല. LS കൊടുക്കുക.
അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷേ ആ ഇടയ്ക്ക് വരുന്ന യൂസർ നെയിം സ്പെസിഫിക് ആണ്. എന്ന് പറയുമ്പോൾ ഞാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ യൂസർ നെയിം ആയിരിക്കും, വേറൊരാളാണെങ്കിൽ വേറൊരാളുടെ യൂസർ നെയിം. അപ്പോൾ നമ്മൾ ഷെൽ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ യൂസർ നെയിം കൊടുത്തിട്ട് ഞാൻ അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ യൂസർ നെയിം അവിടെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് യൂസർ നെയിം കിട്ടുന്നതിനുള്ള കമാൻഡ് കൊടുത്തു, ഹുവാമ എന്ന കമാൻഡ് കൊടുത്തു. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഹോം ഡയറക്ടറി ലിസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി അടുത്ത വേണ്ടത് നമ്മുടെ OS നെയിമാണ്. OS ഏതാണെന്ന് മതി. പക്ഷെ ഞാൻ ആ നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നെയിം മാത്രം മതി. നെയിം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ OS ഏതാണെന്ന് കാണിക്കും. ശരിക്കും ഇത് OS നെയിം അല്ല, OS ഏത് ബേസ്ഡ് ആണ് എന്നാണ് പറയേണ്ടി വരത്തുള്ളൂ. OS നെയിം എന്ന് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം മാൻ പേജ് എടുത്ത് നോക്കേണ്ടി വരും. ഒരു ചെറിയ ഡൗട്ടുണ്ട് അക്കാര്യത്തിൽ. നെയിമിന് മാൻ പേജും ഇല്ലേ? നോഡ് നെയിം, കറന്റ് മെഷീൻ, പ്രോസസർ, ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അങ്ങനെയും പറയാം. നെയിമോ ഓക്കെ, ഇതാണ് നമ്മൾ കറക്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെയിം, GNU ലിനക്സ്. കൂടുതൽ നെയിം എന്ന് മാറ്റിയിട്ട് -o കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ OSന്റെ പേര്. ഇനി കറണ്ട് ഡയറക്ടറി നമുക്കറിയാവുന്നതാണ്. PWD കൊടുക്കുമ്പോൾ കറണ്ട് ഡയറക്ടറി കാണിച്ചു തരും. നമ്മൾ പ്രസന്റ് ഡയറക്ടറി, പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. അടുത്ത ടാസ്ക് 6ാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കത് PDF നോക്കി തന്നെ ചെയ്തു പോവാം. റൈറ്റ് ഷെൽ സ്ക്രിപ്റ്റ്, ഇതെല്ലാം ഷെൽ സ്ക്രിപ്റ്റാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എല്ലാം ടെർമിനൽ ചെയ്ത് പോകുന്നേ ഉള്ളൂ. യുവർ OS ആൻഡ് വെർഷൻ. ഓക്കെ, ഈ നെയിം എന്ന് പറയുന്ന കമാൻഡാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റം ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം, നമ്മുടെ സിസ്റ്റം ഏത് OS ആണ്, ഏത് ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ആണ്, ഇതതിൻ്റെ എന്തോ കെർണൽ വെർഷൻ ആണോ എന്ന് സംശയമുണ്ട്, നോക്കണം. ഫുൾ ഓപ്പൺ ചെയ്ത ഓക്കെ, അതിൻ്റെ OS നെയിം, ആർക്കിടെക്ചർ, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരും. ഇത് കെർണൽ റിലീസായ വെർഷൻ ആണോ എന്ന് അറിയത്തില്ല. അതൊക്കെ ഈ നെയിം കമാൻഡിൻ്റെ മാൻ പേജ് എടുത്ത് നോക്കിക്കഴിയുന്നതാണ് വളരെ ബെറ്റർ. ഓക്കെ, ഞാനിപ്പോൾ -a കൊടുത്തു. -a കൊടുത്തുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് കണ്ടത്. -s കൊടുത്തു കഴിഞ്ഞാൽ കെർണൽ നെയിം കിട്ടും. ഓക്കെ, -n ആണെങ്കിൽ നോഡ് നെയിം, റിലീസ് എന്ന് പറയുമ്പോൾ കെർണൽ റിലീസ് ആണ് അറിയേണ്ടതെങ്കിൽ -r, കെർണൽ വെർഷൻ ആണ് അറിയേണ്ടതെങ്കിൽ -v, മെഷീൻ ഏതാണെന്ന് അറിയണമെങ്കിൽ -m, പ്രോസസർ ഏത് ടൈപ്പ് ആണെന്ന് അറിയണം -p. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് പ്രോസസർ ഏതാണെന്ന് നോക്കാം. ഇനി ഇപ്പോൾ എക്സാം ഹാളിലായാലും നമുക്ക് എന്തായാലും മാൻ പേജ് എടുക്കുന്നത് നോക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇവിടെ പ്രോസസർ നെയിം കാണിക്കുന്നില്ല, കാരണം നമ്മൾ വിർച്വൽ മെഷീനകത്താണ് ഇത് റൺ ചെയ്യുന്നത്. ഇനി ഇവിടെ ചെയ്തിട്ടുള്ള പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് OSന്റെ നെയിം നെയിം -o. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെറിയൊരു ടൈപ്പാണ്. പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ OS ആൻഡ് വെർഷൻ. ഓക്കെ, OS ആൻഡ് വെർഷൻ നമ്മൾ OS മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, അടുത്ത് ഞാൻ വെർഷൻ എടുക്കാനാണ്. ഈ വെർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നെയിം കമാൻഡ് നോക്കുന്ന സമയത്ത് കെർണൽ റിലീസിൻ്റെ വെർഷനൊക്കെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് OSന്റെ വെർഷൻ കറക്റ്റ് കിട്ടത്തില്ല. പക്ഷെ അത് ഉള്ളത് നമുക്ക് ആ ഒരു ഫയൽ കയറ്റി ചെയ്യുമ്പോൾ കിട്ടും. ഏത് ഫയലോ OS റിലീസ് എന്നൊരു ഫയലുണ്ട്. OS റിലീസ് കയറ്റി ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും. നമ്മുടെ സിസ്റ്റം ശരിക്കും OS ഇതാണ്, Debian ബേസ് ആയിട്ടുള്ള GNU ലിനക്സ് ആണ്. ബസ്റ്റർ മോഡാണ് ശരിക്കും പറഞ്ഞ്. അതിപ്പോൾ പുതിയ നെയിമാണ്. ഇതിൻ്റെ വെർഷൻ ഈ 10 അല്ല, അത് അതിൻ്റെയാണ്. അയ്യോ, ഇതിൻ്റെ വെർഷൻ ഒന്നും കാണാനില്ല. ഓക്കെ, ഇതിൻ്റെ വെർഷൻ 10 ആണ്. എന്തുകൊണ്ട്? ഓക്കെ, ഇത് സോറി, ഞാനിത് Debian ആണ് ഇൻസ്റ്റാൾ ആക്കിയിട്ടുള്ളത്, KDE അല്ല. KDE എന്നാണ് എൻ്റെ ഓർമ്മയുണ്ടായത്. Debian ഇത് 10 വെർഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇതിൽ നിന്നും ഇത്ര ഡാറ്റ കിട്ടും. പക്ഷേ ഈ ഫുൾ ഡാറ്റ നമുക്ക് വേണ്ട. അപ്പോൾ ഞാനിവിടെ പൈപ്പ് ലൈൻ ചെയ്തിട്ട് ഗ്രിപ്പ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഈ വെർഷന് നേരെ വരുന്ന ഡാറ്റ മാത്രം മതി. ഇപ്പോൾ ഗ്രിപ്പ് വെർഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കാം എന്താണ് വരുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ,
ഇവിടെ ഉണ്ടായിരുന്നു. വെർഷന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം ഇത് മാത്രമായിട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചു തന്നു. ഇതാണ് വെർഷൻ. ഈ ബസ്റ്ററൊക്കെ എന്ന് പറയുന്നത് ശരിക്കും ഏതോ ഒരു എനിക്കറിയത്തില്ല, ഏതോ ഒരു ഫിലിമിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ നെയിംസാണ്. സിഡ്, ബസ്റ്റർ, അങ്ങനെ കുറച്ച് നെയിംസ് ഉണ്ട്. അപ്പോൾ അവർ ഓരോ റിലീസ് ചെയ്യുന്ന സമയത്ത് ഓരോ പുതിയ റിലീസ് വരുമ്പോൾ അതിൻ്റെ പേരുകളാണ് ഇതിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് 3 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്റ്റേബിൾ റിലീസ്, അതുപോലെ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി റിലീസ്, ബീറ്റ വെർഷൻ എന്ന് പറയത്തില്ല, അതേപോലെ പറയുന്ന ഒരു സംഭവമാണ് ഈ സിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പല റിലീസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് റിലീസ് വെർഷനോ റിലീസ് എന്തോ അറിയാൻ വേണ്ടി അത് മാൻ പേജ് എടുക്കുമ്പോൾ കിട്ടും, മാൻ യൂണിയൻ കൊടുക്കുമ്പോൾ കിട്ടും. -R എന്ന് പറയുന്നത് കെർണൽ റിലീസാണ്. -V എന്ന് പറയുന്നത് കെർണൽ വെർഷനാണ്. ഇനി കാണേണ്ട ഏതൊക്കെ ഷെൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എക്സെട്ര ഫോൾഡറിനകത്ത് ക്യാറ്റല്ല എക്സെട്ര ഫോൾഡറിനകത്ത് ഷെല്ലല്ലേ പറഞ്ഞില്ല, ഷെൽസ് എന്ന് പറഞ്ഞ ഫയലിനകത്ത് ഏതൊക്കെ ഷെല്ലുകളാണ് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ക്യാറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റി. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ നോക്കാം. ഫയൽ സിസ്റ്റം, മൗണ്ടഡ് ആയിട്ടുള്ള ഫയൽ സിസ്റ്റം ഏതൊക്കെയാണെന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന റിമൂവൽ മീഡിയ, പിന്നെ ലോക്കൽ ഡിസ്കുകൾ, ഇതൊക്കെയാണ് മൗണ്ട് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഫയൽ സിസ്റ്റങ്ങൾ ഇതുപോലെ മൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മൗണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവിടെ ഞാൻ എൻ്റെ യൂസർ നെയിം ഞാനിവിടെ യൂസർ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. അവിടെ നമ്മുടെ ഹുവാമൈ തന്നെയാണ് ബെറ്റർ. ആ ഒരു കമാൻഡ് വഴി യൂസർ നെയിം ഫെച്ച് ചേർക്കുന്നത് തന്നെയാണ് ബെറ്റർ. ls മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഫയലിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറിക്കകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഇവിടെ എൻ്റെ യൂസർ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എൻ്റെ യൂസർ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറി നമ്മൾ ജസ്റ്റ് ls ചെയ്തപ്പോൾ തന്നെ നമുക്കവിടെ അത് കാണാൻ പറ്റി. എന്തൊക്കെയാണ് CD-ROM 0. ഞാൻ ക്ലിയർ ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഈ ചെയ്യുന്ന സംഭവങ്ങളല്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ശരിക്കും ഒരു ഷെൽ സ്ക്രിപ്റ്റിലാണ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ സാലറി. അപ്പോൾ നമുക്ക് അതിനെ ഷെൽ സ്ക്രിപ്റ്റിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി വിം ഇല്ല, ഞാൻ നാനോ എന്ന എഡിറ്റർ ഉപയോഗിക്കുന്നു. നാനോ test.sh എന്നൊരു ഫയല് ക്രിയേറ്റ് ആക്കി. ഞാൻ ഈ കണ്ടന്റ് അതേപടി കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. എനിക്ക് നാനോയിലാണെങ്കിൽ ഇനി റൈറ്റ് ചെയ്യാൻ വേണ്ടി Ctrl+O കൊടുക്കുക, Ctrl+X എക്സ്റ്റ് ആയി. ls കൊടുക്കുമ്പോൾ test.sh അവിടെ ഉണ്ട്. ls-l കൊടുക്കുമ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടബിൾ പെർമിഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ R ഇല്ല, ഇവിടെ X ഇല്ല എന്ന് പറയുമ്പോൾ ഈ 3 യൂസറിനും എക്സിക്യൂട്ടബിൾ പെർമിഷൻ ഇല്ല. നമുക്ക് ആ പെർമിഷൻ കൊടുക്കാം. അതിന് വേണ്ടി chmod +X test.sh. ഇനി +X നമുക്ക് ഇങ്ങനെ കൊടുക്കണമെന്നില്ല, അതിൻ്റെ യൂസർ സ്പെസിഫൈ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ യൂസറിന് മാത്രമാണ് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഇതിപ്പോൾ ഞാൻ ആദ്യമേ 3 തവണ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. ഇതിപ്പോൾ പച്ച നിറമായി, നേരത്തെ വെള്ള നിറമാണ്. എക്സിക്യൂട്ടീവ് പെർമിഷൻ കൊടുത്തപ്പോൾ പച്ച നിറമായി. ഇനി എക്സിക്യൂട്ടീവിന് വേണ്ടി ./ എന്ന് പറയുമ്പോൾ കറണ്ട് ഡയറക്ടറി test.sh. ബേസിക് സാലറി ഞാൻ 1000 കൊടുത്തു, അതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷെൽ സ്ക്രിപ്റ്റ് ചെയ്ത്. അപ്പോൾ ഷെൽ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് സാധനം കാണിക്കാനും പറ്റും. നമുക്ക് ജസ്റ്റ് ക്യാറ്റ് ചെയ്ത് കാണിക്കാൻ നമ്മുടെ പ്രോഗ്രാം കാണാൻ പറ്റും. മറ്റേ നമ്മൾ എഴുതുന്ന സമയം ഇങ്ങനെ നമ്മളോട് നോക്കി പോകേണ്ടി വരും എവിടെയാണ് ഉള്ളതെന്നൊക്കെ. ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ളത്.